ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ കേസിലെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച രണ്ട് പ്രദേശവാസികൾ ചിന്നയ്യ മൃതദേഹം കുഴിച്ചിട്ടത് കണ്ടു എന്ന് പ്രദേശവാസികളുടെ വെളിപ്പെടുത്തൽ. SITയോട് ഇക്കാര്യം പറഞ്ഞിട്ടും അന്വേഷണം ഉണ്ടായില്ല എന്നും പ്രദേശവാസികൾ. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഈ അന്വേഷണം ഏറെക്കുറെ വഴിമുട്ടിയ സാഹചര്യത്തിൽ ഈ വെളിപ്പെടുത്തലുകളുടെയൊക്കെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട നിലയിൽ നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. എന്താണ് അതിന്റെ സാഹചര്യം? ഈ നിലവിലെ SITയുടെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെട്ടാണ് രണ്ട് പ്രദേശവാസികൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഏതായാലും ഈ നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയ്യ അദ്ദേഹം ഈ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്നാണ് ഈ രണ്ടുപേർ കോടതിയിൽ അല്ലെങ്കിൽ ഈ ഹർജിയിൽ പറയുന്നത്. ഈ വിവരം SIT അറിയിച്ചിട്ടും അവർ ഇത് അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ധർമ്മസ്ഥലം സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും ബെൽത്തങ്കടി കേന്ദ്രീകരിച്ച് SIT അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ ഇവിടെ കർണാടകയിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ധർമ്മസ്ഥലയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഈ ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു എന്ന് ആ പ്രദേശവാസികൾ അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉന്നയിക്കുന്നു. പക്ഷേ മറുവശത്ത് ഇത്രയധികം ദിവസം അവിടെ കുഴിച്ചു നോക്കിയിട്ടും കാര്യമായിട്ട് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കിയിട്ടും കാര്യമായിട്ടൊന്നും തെളിവുകളൊന്നും കണ്ടെത്താനായില്ല എന്നൊരു വശം അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അവർ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ കൂടി ഈ കേസിൽ വരുന്നത്.